നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് ഏവർക്കും സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെയുള്ള TCBയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കടപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ്. ചാവക്കാട് ബ്ലോക്ക് താലൂക്കുകളിൽ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് കടപ്പുറം ഗ്രാമപഞ്ചായത്ത്. ജില്ലയിലെ ചെറിയ പഞ്ചായത്തുകളിലൊന്നുകൂടിയാണ് കടപ്പുറം. ഏകദേശം 9 ചതുരശ്ര വിസ്തീർണത്തിലധികം വിസ്തൃതി മാത്രമാണ് പഞ്ചായത്തിലുള്ളത്. തീരദേശം മുതൽ ലൈറ്റ് ഹൗസ് വരെ നീണ്ടുകിടക്കുന്ന 16 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. ചേറ്റുവ പുഴയും കനോലിക്കനാലും അറബിക്കടലും ഒക്കെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് കടപ്പുറം പഞ്ചായത്ത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെയും ഭരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയാണ് എന്ന പ്രത്യേകതയും കടപ്പുറം ഗ്രാമപഞ്ചായത്തിനുണ്ട്. എന്തായാലും ഒട്ടേറെ വികസന കാര്യങ്ങളും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. ചർച്ചയിലേക്ക്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് മുസ്ലിം ലീഗ് പ്രതിനിധി കൂടിയാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗവും CPM പ്രതിനിധിയുമായ റാഹില വഹാബ്, ഒപ്പം BJP പ്രതിനിധി ബോഷി ചാണാശ്ശേരി എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, നിലവിൽ എങ്ങനെയാണ് 4 വർഷം പിന്നിടുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? എത്രത്തോളം വികസനം എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു? എങ്ങനെയൊക്കെയാണ്? നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന TCBക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ കടപ്പുറം പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സമഗ്ര വികസനത്തിന് ആഹ്വാനം നൽകിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷം പൂർത്തിയാക്കി 5-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആസ്തി വികസനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപ്രകാരം തന്നെ നമ്മൾ ഒരു 60 സെൻറ്റോളം നമ്മുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് 20 സെൻറ്റ് അതിൽ സുമനസുകളുടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള ഇഷ്ടം കൊണ്ടും അവരുടെ ഇഷ്ടത്തോടു കൂടി നമുക്ക് തന്നിട്ടുള്ള 20 സെൻറ്റ് സ്ഥലം കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബാക്കി 40 സെൻറ്റ് സ്ഥലം നമ്മൾ പഞ്ചായത്ത് പദ്ധതി വിഹിതം വെച്ച് നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലങ്ങളാണ്. അതിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ നിലവിലുള്ള സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ ആസ്തിയിലുണ്ടെങ്കിലും വേറെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കിടന്നിരുന്ന മറ്റു സ്ഥലങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഓപ്പൺ ജിമ്മ്, വനിതാ ജിംനേഷ്യം, അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് മറ്റ് തീരദേശ പഞ്ചായത്തുകളെ പോലെ തന്നെ കുടിവെള്ളം കടപ്പുറം പഞ്ചായത്തിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടപ്പുറം പഞ്ചായത്തിൻ്റെ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഉപദ്വീപ് എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു ഭാഗം കടല്, മറ്റൊരു ഭാഗം ചേറ്റുവ പുഴ, അതുപോലെ തന്നെ ഒരു ഭാഗം കനോലി കനാല് എന്നിങ്ങനെയാണ് പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ജലജീവൻ്റെ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ 3000-ഓളം കണക്ഷനുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു 2103 കണക്ഷന് കൂടെ നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്. അതുപോലെ അതിൽ വരുന്ന നമ്മുടെ വട്ടേകാട് 3-കല്ല് പാലത്തിന് താഴെയായിട്ട് ഒരു സ്വകാര്യ വ്യക്തി നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം തരികയും അതിൽ നമ്മളൊരു കുടിവെള്ള പദ്ധതി, ജലജീവൻ്റെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊരു 42 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് തന്നെ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ 80 ലക്ഷത്തോളം വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ പ്രാവർത്തികമായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ളത്തിനോടുള്ള ക്ഷാമം നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്തിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു വക പെൻഷൻ ഫയലുകളും ഇപ്പോൾ പെൻഡിങ്ങിലില്ല. അത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ടി വരും. നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ഓഫീസ് ആയാലും അതുപോലെ തന്നെ ILGMS മുഖേനയാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ILGMS ഫയലുകളായാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മുടെ തെരുവുവിളക്കുമായി ബന്ധപ്പെട്ട് തെരുവുവിളക്ക് പരിപാലനം വളരെ നല്ല രീതിയിൽ തന്നെ കടപ്പുറം പഞ്ചായത്തിൽ ഇപ്പോൾ ഈ വർഷങ്ങളിൽ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പുതുതായിട്ട് 18 മിനി മാസ്റ്ററുകളും ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. 9 എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 9 സോളാർ ലൈറ്റുകൾ നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്
പ്രധാന ജംഗ്ഷനുകളിലായിട്ടൊക്കെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയെ മറ്റ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിന് കുടിവെള്ളം ഇനി അതിൻ്റെ വളർച്ചയിൽ കുടിവെള്ളം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആശുപത്രിയോട് ചെന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടെ സഹകരണത്തോടു കൂടി നമ്മളൊരു കുടിവെള്ള പദ്ധതി കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആരോഗ്യ മേഖലയിൽ നമുക്ക് പ്രധാനമായിട്ടും 4 സബ് സെന്ററുകളാണുള്ളത്. അതിലിപ്പോൾ നമ്മുടെ വട്ടേക്കാട് 3 സെന്റ് സ്ഥലം ഒരാൾ തന്നതിൽ നമ്മളിപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ആസ്തി വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ലഭിച്ച 3 സെന്റ് സ്ഥലത്തിൽ നമ്മളിപ്പോൾ സബ് സെന്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുമായിട്ട് തൊട്ടാപ്പ് സബ് സെന്ററിന് നമ്മൾ നിലവിലുള്ള നമ്മുടെ സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ സബ് സെന്റർ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് 4 സബ് സെന്ററുകളും കടപ്പുറം പഞ്ചായത്തിന് സ്വന്തമായിട്ട് 4 സബ് സെന്ററുകളും ഉണ്ടാകും. മറ്റൊരു കാര്യം, നമ്മുടെ ആയുർവേദ സബ് സെന്ററിന് കാട്ടിൽപ്പള്ളി പരിസരത്ത് നമ്മളെ ഒരു ആയുർവേദ സബ് സെന്റർ ഉണ്ട്. അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും അടുത്ത് തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവും. നമ്മുടെ മുൻവർഷത്തെ പദ്ധതികൾ പോലെ തന്നെ ഈ വർഷങ്ങളിലും വരുന്ന വർഷങ്ങളിലും മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ നമ്മൾ മരുന്നുകൾക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ മരുന്നിനും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിനായിട്ട് ആരോഗ്യ മേഖലയിൽ കൂടുതൽ തുക വകയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കാർഷികവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ വർഷവും കാർഷിക പദ്ധതിയിൽ 1/2 കോടിയോളം രൂപയാണ് കടപ്പുറം പഞ്ചായത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ തെങ്ങ് കൃഷി, അതുപോലെ കേടായ തെങ്ങുകൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, തൊഴിലുറപ്പും കൃഷി വകുപ്പും കൂടി, അത് കടപ്പുറം പഞ്ചായത്തിൽ മാത്രമായിട്ട് നടന്ന ഒരു പ്രവർത്തനമാണ്. തൊഴിലുറപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പും ഒന്നു ചേർന്നുകൊണ്ട് വീടുകളിൽ തെങ്ങും തൈ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂടി സംയുക്തമായിട്ട് നമ്മൾ അത്തരത്തിലൊരു പ്രവർത്തനവുമായിട്ട് പോയി വളരെ 100-ലധികം തെങ്ങുകൾ നമ്മുടെ വീടുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഒരു തെങ്ങുകൾ വളരെയധികം ഉള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മൾ അഗ്രി ഫാർമ ക്ലിനിക്ക് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ, ഇവിടെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിപണന കേന്ദ്രം കൂടി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലായാലും 30 ലക്ഷത്തോളം രൂപ നമ്മൾ ഓരോ വർഷവും മൃഗസംരക്ഷണ മേഖലയിൽ വകയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൗ ലിഫ്റ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷീര കർഷകർക്ക് അവർക്ക് വേണ്ട അവരുടെ ഉപയോഗത്തിന് വേണ്ട മരുന്ന്, അതുപോലെ തന്നെ കന്നുകൾക്കുള്ള കാലിത്തീറ്റ എല്ലാം ഇവിടെ നിന്ന് സബ്സിഡി നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന പ്രവർത്തകർ നമ്മുടെ പഞ്ചായത്തിൽ 32ഓളം ഹരിതകർമ്മസേന പ്രവർത്തകരാണ്. അവർ നല്ല ഭംഗിയായിക്കൊണ്ട് തന്നെ 16 വാർഡുകളാണ് നമുക്കുള്ളത്. 16 വാർഡുകളിലും വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ 16 വാർഡുകളിലായിട്ട് 2 മിനി MCFകൾ നമ്മൾ സ്ഥാപിച്ചു. 10ഓളം ബോട്ടിൽ ബൂത്തുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ജംഗ്ഷനുകളിലും മേഖലകളിലും സ്ഥാപിക്കുന്നതിനായിട്ട്. അതുപോലെ നമ്മൾ 1000ഓളം ബയോബിന്നുകൾ, വീട്ടുകളിലെ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബയോബിന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 1000 ബയോബിന്ന് നമ്മൾ വിതരണം ചെയ്തു. ഇനിയും നമ്മൾ വിതരണം ചെയ്യാനിരിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് ആയിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പുകൾ 1000 മെൻസ്ട്രൽ കപ്പുകൾ നമ്മൾ ഈ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിതരണം ചെയ്യുകയുണ്ടായി. അതും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാർച്ച് 30 അതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ ക്യാമ്പയിനുകളായിട്ടും എല്ലാം നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മേഖലകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ, വാർഡുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം പുറമെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിലെ റോഡുകളുടെ മെയിൻ്റനൻസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് റോഡ് നമ്മൾ ഇപ്പോൾ ഈ ഒരു 4.5 വർഷം കൊണ്ട് ഒട്ടുമിക്ക റോഡുകളും നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിലിപ്പോൾ 4-5 റോഡുകളാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ ശോചനീയാവസ്ഥയിലുള്ളത്. അത് നമ്മളിപ്പോൾ മാർച്ച് 31 തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഇനി അത് മാർച്ച് 31 മുന്നേ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കടപ്പുറം പഞ്ചായത്തിലെ എല്ലാ റോഡുകളും വളരെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയതായിട്ട് കാണാൻ സാധിക്കും. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട്, പാർപ്പിടവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ലൈഫിൽ നമ്മുടെ ആദ്യഘട്ടത്തിൽ 2017 ഘട്ടത്തിലത്തെ എല്ലാ വീടുകളും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ അവർക്കെല്ലാവർക്കും നമ്മൾ വീടുകൾ കൊടുക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുകയുണ്ടായി.
രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മളൊരു 1 കോടി രൂപ ലോൺ എടുത്ത് ഈ 5 വർഷം പൂർത്തിയാക്കി ഈ ഭരണസമിതി ഇറങ്ങുമ്പോഴേക്കും ലൈഫ് ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഭരണസമിതി ഉറച്ച് വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും സമഗ്രമായി തന്നെ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോന്ന് എണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ട്. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് കൂടി അഭിപ്രായങ്ങളുണ്ടാവും. ആദ്യം തന്നെ റാഹിൽ മെമ്പർ, എങ്ങനെയാണ് പ്രസിഡന്റ് പറഞ്ഞ പോലൊക്കെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? വികസനങ്ങൾ മാത്രമാണോ പഞ്ചായത്തിലുള്ളത്? എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉണ്ടോ പഞ്ചായത്തിൽ നേടിയെടുക്കാനുള്ളതായിട്ടുള്ള? എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ വിലയിരുത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. എന്തായാലും എനിക്ക് ആദ്യമായി ചാനൽ ചർച്ചയോട് പറയാനുള്ളത് നമ്മളെ പൊതുജനങ്ങളോട് തന്നെയാണ്. എന്തായാലും ഈ പഞ്ചായത്തിൻ്റെ കുറച്ച് വികസനങ്ങളോട് വായിക്കുകയുണ്ടായി. അത് ശുദ്ധ എന്താ പറയുക, എല്ലാ രീതിയിലും തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഒരു വികസനമല്ല പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേപ്പർ വർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ വായിച്ച് കേട്ടതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ടല്ലോ, വിവരാവകാശമായാലും എന്ത് രീതിയിലായാലും നമുക്കതിനുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പോകുന്നതിന് മുമ്പായിട്ടൊരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ആളുകളെ തൊട്ടുനിർത്തുന്ന രീതിയിൽ അവരുടെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സംവിധാനമാണ് പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് ഭരണം എന്നുള്ളത്. അതിൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തികച്ചും രാഷ്ട്രീയം നോക്കി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ ഈ 5 വർഷം ആവാനേ പോണു. 4 വർഷം പിന്നിട്ടു, 5ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അതിൽ തികച്ചും രാഷ്ട്രീയത്തോടു കൂടെ തന്നെയുള്ള സമീപനം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ 2ാമത്തെ പ്രസിഡന്റാണ് വരുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പദ്ധതികൾ നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുന്നു, അതുപോലെ വികസന പദ്ധതി അവസാന അന്തിമരേഖ തയ്യാറാക്കുന്നു. അതിലുള്ളതെല്ലാം വികസന രേഖയിൽ വരും. കാരണം അന്നൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വികസന രേഖയിൽ അതൊക്കെ അടിച്ചിറക്കും. പക്ഷേ അത് കഴിഞ്ഞ് പദ്ധതി അന്തിമമാക്കി വരുമ്പോൾ അതിൽ ഏതൊക്കെ പദ്ധതികൾ നടന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റ് അന്വേഷിച്ചറിഞ്ഞ് അത് അറിയേണ്ടത് തന്നെ ഉണ്ട്. കാരണം പദ്ധതികൾ വെക്കുമ്പോൾ അത് ഏതൊക്കെ വാർഡിലേക്ക്, നമ്മളൊരു പഞ്ചായത്ത് ഭരണം നടക്കുമ്പോൾ അവിടെ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം നടക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികാരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് രാഷ്ട്രീയം ഒഴിവാക്കി ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരുടെ നല്ല രീതിയിൽ ഏതൊക്കെ ഭാഗത്തേക്ക് വികസനം എത്തണം എന്നുള്ള രീതിയിലാവണം ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടക്കാർക്കും അവർക്ക് താല്പര്യമുള്ള അവർക്ക് മുൻതൂക്കമുള്ള ആളുകൾക്കും മാത്രം ആണ് അവരുടെ ഭാഗങ്ങളിലേക്ക് അവരുടെ ഏരിയകളിലേക്ക് മാത്രമാണ് കൂടുതലും ഫണ്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മറ്റുള്ള ആളുകളും ആ വാർഡുകളിലുണ്ട്. പ്രതിപക്ഷ മെമ്പർമാരായാലും പ്രതിപക്ഷം നിങ്ങൾ നോക്കണ്ട, ഒരു ഭരണ സംവിധാനത്തിൽ പ്രതിപക്ഷം എന്നുള്ളതില്ല. ഒരു ഭരണാധികാരി വന്നിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും പോയി അന്വേഷിച്ച് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രസിഡന്റിന് സാധിക്കണം. അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. നമ്മൾ വാർഡുകളിലെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മൈൻഡില്ലാത്ത രീതിയിലാണ് ഇവിടെ എടുക്കുക. ഒരു കാര്യം ഒരു മൈൻഡുള്ള രീതിയിൽ എടുത്തിട്ടായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. പിന്നെ ഇവിടെ നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ പറഞ്ഞു. ഇപ്പോൾ വട്ടേക്കാട് ഒരു ടാങ്ക് വരുന്നുണ്ട്, ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ടാങ്ക് ചെയ്യുന്നുണ്ട്. അത് MLA താല്പര്യാർത്ഥമാണ്. അവിടെ ഒരു ആൾ നമുക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു, സുൽഫിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഇക്കാണ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ അവിടെ പണി നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ജലജീവൻ്റെ ഒരുപാട് വർക്കുകൾ നമുക്കിവിടെ കണക്ഷനുകൾ ഇനിയും കിട്ടാനുണ്ട്. കുറച്ച് കണക്ഷനുകൾ കിട്ടി, അതും രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കൊടുത്തത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം നോക്കാതെ തന്നെ പല ഭാഗങ്ങളിലും അത്രയും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്യേണ്ടതല്ലേ. അതിൽ 14ാം വാർഡ്, എൻ്റെ വാർഡ് എനിക്ക് പറയാം, പ്രത്യേകിച്ച് 14ാം വാർഡിൽ തീരദേശത്ത് ഉൾപ്പെടുന്നൊരു വാർഡാണ് നമ്മളുടേത്. ഒരു ഉപദ്വീപ് തന്നെയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ശരിയാണ്, ഉപദ്വീപിൽ തന്നെയാണ് നമ്മൾ ഈ കടപ്പുറം പഞ്ചായത്ത് നിൽക്കുന്നത്. അത്രയും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ളൊരു ഭാഗത്ത് ഇന്ന് വരെ തനതായിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. മുമ്പ് ഈ ഭദ്രപള്ളിയുടെ അവിടെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. അതിൽ 12 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വരെ അതൊരു പ്രവർത്തിപ്പിക്കാനായിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 2012 തോന്നുന്നു അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു കുടിവെള്ളം അത്രയും ബുദ്ധിമുട്ട്. ഇപ്പോൾ ചുള്ളിപ്പാട മേഖലയിൽ അത്രയും കുടിവെള്ളത്തിന് പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു
ഓഗസ്റ്റ് 15 സമയത്ത് ഞാൻ ഒരു ആ ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടി വന്നപ്പോൾ ഒരു 4-5 വർഷം മുമ്പ് അവിടെ ആ പ്രദേശത്ത് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ ഒരു നോമ്പിൻ്റെ സമയമായിരുന്നു. അവിടുത്തെ ആളുകൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വെള്ളമില്ലാണ്ട് കരയുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളുകൾ ആയിട്ട് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിന് തനതായിട്ടുള്ള കുടിവെള്ള പദ്ധതി കണ്ടെത്താനോ അതിനുള്ള ശാശ്വത പരിഹാരമോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. അത് പേപ്പർ വർക്കിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാവണില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. റോഡുകൾ നിലവിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫണ്ടുകളുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും എല്ലാ രീതിയിലുള്ള ഫണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്, സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പഞ്ചായത്തിന് ഇപ്പോഴും അറിയില്ല. അത് തിമിരം ബാധിച്ചിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ തിമിരാണ് അവിടെ ബാധിച്ചിരിക്കുന്നത്. കാരണം കറക്റ്റായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് പോകുന്ന ഏരിയ, ഇപ്പോൾ അഞ്ചങ്ങാടി മുതൽ ഫോക്കസ് വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ അഞ്ചങ്ങാടി പിന്നെ സെൻറ്റർ, ബീച്ച് റോഡ്, അതൊക്കെ BMBC ടാറിങ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് MLA ഫണ്ട് വെച്ചിട്ടായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ BMBC ടാറിങ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. കറുകമാട് ബ്ലാങ്ങാട് റോഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നതിൽ മടി കാണിക്കുകയാണ്. കാരണം നിലവിൽ അവരുടേതായിട്ടുള്ള താല്പര്യാർത്ഥം ചെയ്യേണ്ട ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ താല്പര്യ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വികസനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പോൾ സ്കൂളുകൾ, മദ്രസകൾ, അമ്പലങ്ങൾ, മറ്റുള്ള ട്രാവലിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ അഞ്ചങ്ങാടി മരക്കമ്പനി റൂട്ടിലേക്ക് കയറുന്ന ആ ഒരു റോഡും മറ്റുള്ള ഭാഗങ്ങളും. അവിടേക്കൊക്കെ ഈ ഫണ്ട് വെക്കാൻ എന്താ ഇത്ര മടി? അതൊക്കെ വികസന മുരടിപ്പ് തന്നെയാണ്. വെറുതെ ഇങ്ങനെ പേപ്പറിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ ഒരു വൻ പരാജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കത് പ്രത്യേകിച്ച് അത്ഭുതമല്ല. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, വികസന മുരടിപ്പ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താൽക്കാലിക ഒഴിവിലേക്ക് പിന്നെ ജോലിക്കാരെ നിയമിക്കുന്നുണ്ട്. അതിൽ കുടുംബശ്രീ മുഖേനയാണ് താൽക്കാലിക ഒഴിവിൽ ജോലിക്കാരെ നിയമിക്കുന്നത്. അതും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുക. എത്രയോ വിധവകളായിട്ടുള്ള ആളുകൾ എൻ്റെ വാർഡിൽ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടും വെക്കുന്നുണ്ട്, അല്ലാതെയും വെക്കുന്നുണ്ട്. അവർക്കറിയാലോ ഇന്ന താൽക്കാലിക ഒഴിവുകൾ വരുന്നുണ്ട് എന്നുള്ളത്. അതിൽ പോലും വെച്ചിട്ട് പരിഗണിക്കാതെ ഒരുപാട് ആളുകൾ അത്രയും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, എന്താ പഞ്ചായത്ത് ഇങ്ങനെ ചെയ്യണേ എന്നുള്ളത്. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, നമ്മളല്ല ഭരിക്കുന്നത്, ഇവർ പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പറയുമ്പോഴും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും വേദനയോട് കൂടിയിട്ടാണ് അവർ നമ്മളോട് പറയണത്. ഒരു വിധവകളായിട്ടുള്ള ആളുകൾ ഒരു അപേക്ഷ വെക്കുമ്പോൾ അതിനെ നിരസിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. അതും രാഷ്ട്രീയ ആളുകൾക്ക് തന്നെ. ഇവിടെ വന്നതിൽ എല്ലാവരും രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കണത്. എന്നിട്ട് അതിനൊരു പ്രത്യേക തീരുമാനം എടുക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതിഷേധം അറിയിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു തീരുമാനം എടുത്തിട്ട് അപ്പം തന്നെ ഒരു നിയമം കൊണ്ട് കൊണ്ടുവരിക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞു. ഒരുപാട് ലൈറ്റുകൾ 1-2 തവണ 2-3 ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 4-5 വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ ഭരണസമിതി വന്നു പോകുന്ന സമയത്ത് ഒരു ലൈറ്റ് പോലും എൻ്റെ 14ാം വാർഡിലേക്ക്, അതുപോലെ പല വാർഡും ഉണ്ട്, 14ാം വാർഡിലേക്ക് ഒരു ലൈറ്റ് പോലും അനുവദിച്ചിട്ടില്ല. മിനിമാസ്റ്റ് ലൈറ്റ് ആവട്ടെ, സോളാർ ലൈറ്റ് ആവട്ടെ, ഒന്നും നമുക്ക് തന്നിട്ടില്ല. അത് തന്നിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്കത് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെ ലൈറ്റുകൾ ഏതൊക്കെ വാർഡിലേക്ക് അനുവദിച്ചു എന്നുള്ളത്. അതിനുശേഷം സോളാർ ലൈറ്റും കൊടുത്തു. സോളാർ ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, സോളാർ ലൈറ്റ് കുറവാണ്, 2 വാർഡിനെ കേന്ദ്രീകരിച്ചിട്ട്, അല്ലെങ്കിൽ 3 വാർഡോ 4 വാർഡോ ഉള്ള ഒരു ഏരിയ വരാം, അപ്പോൾ അതിനെ ആ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചിട്ട് വെക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടപ്പിലാവുന്ന സമയത്ത് BJP മെമ്പർക്കാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള UDFൻ്റെ മെമ്പർക്കാവട്ടെ അവിടെ മാത്രം കൊണ്ടുപോയി വെക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ മിനിമാസ് ലൈറ്റ് ഉള്ള അവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ ആ ഒരു ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല, എന്നാലോ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് സ്ഥാപിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തരാൻ സൗകര്യമില്ല, മനസ്സില്ല എന്നുള്ളത് വരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞ് നമ്മൾ അത്രയും എന്നെ അവർ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല, പക്ഷെ എന്നല്ല അവർ പറയണത്. അവിടുത്തെ വാർഡിലെ ആളുകളെ പരിഗണിക്കാതെ അവരെ ധിക്കരിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് ബോർഡിൽ ഈ പ്രസിഡന്റിൻ്റെയും മറ്റു ആളുകളുടെയും ഒരു പരിഹാസ്യത്തോടു കൂടെയുള്ള ഒരു സമീപനം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മിനിമാസ്റ്റ് ലൈറ്റ് മരക്കമ്പനി പ്രദേശത്ത് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്, ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ് മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് എന്തിനാണ് ഉപയോഗപ്പെടുക, അത് എവിടേക്കാണ് ആ ലൈറ്റ് പതിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ.
ആ ലൈറ്റ് എവിടുക്ക പതിക്കുക സാധാരണ കടലിലേക്കാണ്. അതിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈറ്റ് ഹൗസ്. അല്ലാതെ മരക്കമ്പനി പ്രദേശത്തോ മറ്റുള്ള പ്രദേശത്തൊക്കെ ലൈറ്റ് കിട്ടാനുള്ളതല്ല മിനിമാസ്റ്റ് ലൈറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ തിമിരം ബാധിച്ച് കിടക്കുന്ന ഈ ഒരു UDFൻ്റെ ഭരണം ശരിക്കും പരാജയം തന്നെയാണ്. എനിക്കത് ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് സമയമുണ്ടല്ലോ, ഞാനത് പറയും. തീർച്ചയായിട്ടും പറയാൻ എനിക്കൊരു സമയം അവസരവും തരണം. എന്തായാലും ബോഷി മെമ്പർക്ക് എന്താണ് പഞ്ചായത്തിൻ്റെ നിലവിലെ 4 വർഷക്കാലം പിന്നിടുമ്പോഴുള്ള പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭരണ നേട്ടം എത്രത്തോളമാണ്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതാണ് മെയിൻ. ആയിട്ടുള്ള ജനങ്ങളായിട്ട് സഹവസിക്കുന്ന ആൾക്കാരാണ് മെമ്പർമാർ, പ്രസിഡൻ്റ് അടക്കമുള്ള ആൾക്കാർ മെമ്പർമാർ. അപ്പോൾ ഈ ഒരു ഭരണസമിതി, അതായത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഭരണസമിതി, അവർ സ്വയം എന്താ പറയുക, ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കുടിവെള്ളം, ജലജീവൻ മിഷൻ 100%, ഒന്നും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടില്ല എന്നല്ല പറഞ്ഞത്. അത് പൂർത്തീകരിക്കാൻ ഒരു 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടിസ്ഥാന സൗകര്യത്തിലൊന്നാണ് കുടിവെള്ളം. അതുപോലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും വലിയൊരു പരാജയമാണ്. കൂടാതെ ലൈഫ് മിഷൻ, PMAY പോലുള്ള പദ്ധതികൾ അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള വളരെ പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്. PMAY പദ്ധതി മാറ്റി ലൈഫ് മിഷൻ രണ്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് അപേക്ഷകൾ ഇവർക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ 2025 കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും കിട്ടുന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുള്ളത്. കാരണം എത്ര വർഷം മുന്നേ അപേക്ഷിച്ചിട്ട് ആൾക്കാർക്കാണ് ഇപ്പോൾ കിട്ടണത്. അപ്പോൾ ഇനി 2025 ആകുമ്പോഴത്തേനും ഇത് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആവുമെന്നുള്ളത്. അപ്പോൾ അത് ഭരണത്തിൻ്റെ പിടിപ്പുകേടാണെന്നൊന്നും എനിക്ക് അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അത് അത്തരത്തിൽ ഇത് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള മെമ്പർമാരാണ്. കൂടാതെ റോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എണ്ണി പറഞ്ഞു. ഏതാനും റോഡുകളുള്ളതെന്ന് പറഞ്ഞു. അല്ല, ഒരുപാട് റോഡുകളുണ്ട്. ഒരു വികസനം എന്ന് പറഞ്ഞാൽ വെള്ളം, അതേപോലെ റോഡാണ് അല്ലേ, പിന്നെ പാർപ്പിടം. എൻ്റെ വാർഡിൽ പറയുകയാണെങ്കിൽ ഞാൻ 4 മണിക്കാറ്റ് മുതൽ തീരദേശ റോഡ് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. ജനങ്ങൾ, അതിൻ്റെ ആൾക്കാർ ഭൂമി വിട്ടു നൽകുന്നു. എല്ലാം ദ്രുതഗതിയിൽ നടക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് അവിടെ കൊടി വയ്ക്കുന്നു. അവിടെ എന്തുകൊണ്ട് കൊടി വയ്ക്കുന്നു? മാട്ടുമിൽ മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടാവുള്ളൂ. 2-3 നേർത്തോടുണ്ട്. ആ നേർത്തോട് കഴിഞ്ഞ മുന്നത്തെ വില്ലേജ് ഓഫീസർ, കഴിഞ്ഞ പ്രാവശ്യത്തെ വില്ലേജ് ഓഫീസർ മനോജ് സാറിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത് എന്താ പറയുക പ്ലാനൊക്കെ വരച്ചിട്ട് 3 നേർത്തോടുണ്ട്. ആ നേർത്തോടിന് കുറുകെ പാലം കെട്ടും, വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു തരത്തിലും തടസ്സപ്പെടില്ല എന്നൊക്കെ എഴുതി. പിന്നെ എന്തുകൊണ്ടാണ് തടസ്സം? ഈ ഭരിക്കുന്ന UDF പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷമായിട്ടുള്ള CPM-നെ സപ്പോർട്ട് ചെയ്യുന്നതോ? അവരാണ് അവിടെ കൊടി കുത്തിയത്, പഞ്ചായത്തിൽ അറിയിച്ചു. എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരവർക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ 100% എന്താ പറയുക, ഇത് ചെയ്യരുത്. എന്താ പറയുക, എല്ലാം ചെയ്തു തീർത്തു എന്ന് പറയാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുന്നത് ഞങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പിന്നീടാവാം. ചില ആരോപണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തന്നെ വരുന്നുണ്ട്. അതായത് ആദ്യം തന്നെ പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയമായി തന്നെയാണ്. അതായത് ഫണ്ട് വിഹിതത്തിലടക്കം അല്ലെങ്കിൽ വികസനത്തിലടക്കം രാഷ്ട്രീയം കലർത്തുന്നു. അത്തരം വാർഡുകളിലേക്ക് വികസനം എത്തുന്നില്ല. സ്വന്തം പാർട്ടിക്കാരെ അല്ലെങ്കിൽ മുന്നണിക്കാർക്ക് മാത്രമാണ് വികസനം എത്തുന്നത്. ഫണ്ട് വിഹിതത്തിലടക്കം വിവേചനമുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ പ്രസിഡന്റ്? ഫണ്ട് നമ്മൾ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നതും മുൻകാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ മേഖലകളിലും വികസനം എത്തിച്ചില്ല എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയാണ്. കാരണം എന്തെന്നാൽ നമ്മളിപ്പോൾ 64 കൊല്ലമായിട്ട് ലീഗ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കടപ്പുറം പഞ്ചായത്ത്. അത് ആളുകൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വികസനം എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട് എന്നുള്ള ആളുകളുടെ ഉറപ്പും വിശ്വാസവും തന്നെയാണ് അതിന് ഏറ്റവും വലിയ മറുപടി. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പുതിയ റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. പുതിയ റോഡിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ റോഡ് പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അത് മെമ്പറുടെ അല്ല, പുതിയ റോഡിൻ്റെ അല്ല, അപ്പോഴും പൂർത്തീകരണമാവുന്നില്ല. മാട്ടുമ്മൽ ടു നമ്മുടെ ഫണ്ട് നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ റോഡിന്റെ പദ്ധതിയിൽ പൂർത്തീകരണം ആവുന്നില്ല.
അത് ഞാൻ പറഞ്ഞത് പൂർത്തീകരണം ഫണ്ട് പ്രതിസന്ധിയാണോ അപ്പൊ ഈ അതെ പറയുന്ന തീർച്ചയായിട്ടും റോഡുകളിലൊക്കെ? ആ ഫണ്ടില്ല. ഈ അതിനനുസരിച്ചിട്ട് വേണം എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്. വെറുതെ ഒരു അവരുടെ വാർഡുകളിലേക്ക് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പദ്ധതി വെക്കുമ്പോൾ മറ്റു വാർഡിന് അവർക്കറിയാം അവിടെ ഒരു റോഡ് വെക്കുമ്പോൾ ഇതിന് ഇത്ര രൂപ ചെലവാകും എന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക്, വർഷങ്ങളായിട്ട് ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരാൾക്ക് ആ റോഡിന് എത്ര രൂപ ഏകദേശം വേണ്ടി വരുന്നൊരു വീക്ഷണം ഉണ്ടാവും. ഏകദേശം എത്ര രൂപ വരുന്നൊരു വീക്ഷണം ഉണ്ടാവും. അതുപോലും ഇല്ലാണ്ടാണ് ഇവിടെ വർക്ക്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയം തന്നെ. കാരണം അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കില്ല. ആദ്യമേ നമുക്ക് മറുപടിയിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞോടെ, കാരാക്കടവ് റോഡും മാട്ടുമൽ കാരാക്കടവ് റോഡും മാട്ടുമൽ ലണ്ടൻ റോഡും റീടാറിങ് ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ ടറഫ് റോഡ് മാറ്റി വെച്ചിട്ട് ഈ കാരാക്കടവ് റോഡ് പണി ഇപ്പോൾ ഒരു ഭാഗം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ച് ടാറിങ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവിടെ കട്ട വരിക്കാൻ ഇനിയുണ്ട്. ഇനി അത് എപ്പോഴാണെന്ന് അറിയില്ല. മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള എല്ലാ റോഡുകളും നമ്മളിപ്പോ മാർച്ച് 31-ാം തീയതി വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ MLA ഫണ്ട് പോലെ വലിയൊരു തുകയൊന്നും നമ്മൾക്ക് പഞ്ചായത്തിന് ഒരു റോഡിനായിട്ട് വെക്കാൻ സാധിക്കില്ല. മാത്രമല്ല മറ്റു വാർഡുകളിൽ ഇപ്പോ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ കോളനി ആയിട്ടുള്ള സുനാമി കോളനിയിലെ ഒരു കാനയുടെ ദൃശ്യമാണ് കാണുന്നത്. മാലിന്യ സംസ്കരണത്തിലും ഇത്രയധികം ആദ്യമേ ഇതിന്റെ മറുപടി രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ ഭരണം നടക്കുന്നത് ഈ ഒരു പഞ്ചായത്തിൽ മാത്രമാണ്. മറ്റ് സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് MLA ഫണ്ടും MP ഫണ്ടുമാണ്. അത് പ്രത്യക്ഷത്തിൽ എല്ലാ വാർഡുകളിലേക്കും നമ്മൾ ഈ പറയുന്ന റോഡുകളെല്ലാം നമ്മൾ MLA-യുടെ മുന്നിൽ നമ്മൾ എല്ലാ റോഡുകളും നമുക്ക് വർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുള്ളതാണ്. നമ്മൾ പറയാതിരുന്നിട്ടില്ല. നമ്മൾ വികസനം ഏത് ഭാഗത്തു നിന്ന് വന്നാലും സ്വീകരിക്കാൻ കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. അത് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ MLA-യെ കണ്ട് നമ്മൾ ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയും ആ റോഡുകളൊന്നും പരിഗണിക്കാതെ തീർത്തും MLA-യുടെ മാത്രം പാർട്ടി ഭരിക്കുന്ന മെമ്പർമാരുള്ള വാർഡുകളിലേക്ക് 50 ലക്ഷവും 60 ലക്ഷവും എല്ലാം ഫണ്ട് വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം ആരാണ് അവിടെ രാഷ്ട്രീയം നടത്തുന്നതെന്നും രാഷ്ട്രീയം എവിടെയാണ് നടക്കുന്നതെന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിലുള്ള സ്രോതസ് ഉപയോഗിച്ച് മാത്രമാണ് പഞ്ചായത്തിന് കുടിവെള്ള വിതരണം നടത്താൻ സാധിക്കുക. ഇപ്പോൾ ഉള്ള കുടിവെള്ള സ്രോതസ് എന്ന് പറഞ്ഞത് നമ്മുടെ അഞ്ചങ്ങാടി കടപ്പുറം സ്കൂളിന് പുറകുവശത്തെ വാട്ടർ ടാങ്കും അതുപോലെ തന്നെ കടപ്പുറം വില്ലേജ് ഓഫീസിന് പരിസരത്തുള്ള വാട്ടർ ടാങ്കിൽ നിന്നും ഈ 2 സ്രോതസ്സിൽ നിന്നാണ് കടപ്പുറം പഞ്ചായത്തിൽ മുഴുവൻ നമ്മൾ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ ഇതുപോലെ കരുവന്നൂര് പദ്ധതി നമ്മുടെ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കടപ്പുറം പഞ്ചായത്തിനെയും ഒരുമനൂർ പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കരുവന്നൂർ കുടിവെള്ള പദ്ധതി നിലവിൽ വന്നപ്പോൾ അതിൽ നമ്മളും ഭാഗവാക്കായിരുന്ന സമയത്ത് അന്നത്തെ MLA അത് രാഷ്ട്രീയമാണോ എന്താ ആ ഒരു MLA-യുടെ പ്രവർത്തനം മൂലം കടപ്പുറം പഞ്ചായത്തിനെ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അന്ന് അത് ഉൾപ്പെടുത്തുമായിരുന്നു എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ അനുഭവിക്കുന്ന ഈ കുടിവെള്ള ബുദ്ധിമുട്ട്, കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ 150ഓളം മഴവെള്ള സംഭരണികൾ സബ്സിഡിയോട് കൂടി 150ഓളം മഴവെള്ള സംഭരണികൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വീടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ തുച്ഛമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ മഴവെള്ള സംഭരണികൾ നമ്മളെ പഞ്ചായത്ത് ഇടപെട്ട് ഭരണസമിതി ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ട പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പുതിയ തനത് പദ്ധതികളൊന്നും വരുന്നില്ല എന്നാണ് കുടിവെള്ള പ്രശ്നത്തിൽ അവർ പറയുന്നത്. അതൊക്കെ വെറുതെ പറയണതാ, വെറുതെ. അതിപ്പോ ചാനലാണല്ലോ, ജനങ്ങളുടെ മുന്നിൽ എന്തായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനൊന്നും ഉന്നയിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം. ഇല്ല, തികച്ചും എല്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിലാവട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരം ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ ശുദ്ധ നോണാണ് പറയണത്. വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ പ്ലാൻ ഫണ്ടിന്റെ 42 ലക്ഷം തുക വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ 97 വർഷമായിട്ട് പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടത്തിന് സ്ഥലമെടുത്തത്.
നമ്മുടെ കടപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 2 സ്കൂളുകളാണുള്ളത്. എരട്ടപ്പുഴ സ്കൂളും പുതിയങ്ങാടി സ്കൂൾ. ഈ 2 സ്കൂളിന്റെയും വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കടപ്പുറം പഞ്ചായത്ത് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾക്ക് നമ്മൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നമ്മുടെ ശുചിത്വ ഫണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതും ചെയ്യാൻ നമ്മുടെ പദ്ധതി ഈ വർഷം ടെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ ആയിട്ടുണ്ട്. ഇപ്പോൾ ശുചിത്വ മിഷന്റെ നേരത്തെ അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം, അതായത് സുനാമി കോളനിയിലടക്കം മാലിന്യ പ്രശ്നം, അതായത് സുനാമി കോളനി എന്ന് പറയുന്നത് 240ഓളം വീടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കോളനി എന്ന് പറയാം. ഇത്രയും അധികം വീടുകൾ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവിടുത്തെ മാലിന്യം. നമ്മൾ അവിടുത്തെ മാലിന്യം ഒഴിവാക്കുന്നതിന് വേണ്ടി തുമ്പൂർ മൊഴി പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്കതിന് അതിനുള്ള പെർമിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് സാധിക്കാതെ പോയി. അവിടെ നമ്മൾ എല്ലാ വീടുകൾക്കും ബയോബിൻ എന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് നമ്മുടെ കടൽവക്കത്ത് താമസിച്ചിരുന്ന ആളുകളെ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സുനാമി സങ്കേതം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 240 വീടുകളുണ്ട്. ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകളായിട്ട് 240 വീടുകളുണ്ട്. അപ്പോൾ അവര് മാലിന്യം നമ്മൾ എല്ലാ വർഷവും അവിടെ ഇപ്പൊ ഈ കാണിച്ച തോടെന്ന് പറയുന്നത് നമ്മൾ വർഷാവർഷം ശുചീകരിക്കുന്ന തോടാണ്. നമ്മൾ അവിടെ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞ് അവിടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ വെറും ബോധവൽക്കരണ ക്ലാസ് മാത്രം വെച്ചിട്ടുണ്ടായില്ലോ, സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ഞാൻ പറയണം, മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇന്ന് മാലിന്യമുക്ത നവകേരളമായി ബന്ധപ്പെട്ടിട്ട് പ്രഖ്യാപനം അടുത്ത മാസം വരാനിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട പല പ്രധാനപ്പെട്ട കടമകളുണ്ട്. അതുവരെ പഞ്ചായത്ത് ചെയ്യാൻ, പ്രസിഡന്റിനാവട്ടെ മറ്റുള്ള ആളുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എത്ര നാളുകളായിട്ടുള്ളത്? 10 വർഷത്തിന് മേലെ കണ്ടായിട്ട് നമ്മൾ സുനാമി കോളനി അവിടെ രൂപീകരിച്ചിട്ട് ഇതുവരെ അതിനായിട്ടൊരു മാലിന്യ സംസ്കരണ പദ്ധതി അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ വൻ പരാജയം തന്നെയാണ്. കഴിഞ്ഞ ഭരണസമിതി ഉള്ള സമയത്താണ് അവിടെ ഭയങ്കര ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോയത്, സമരങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ബയോബിൻ്റെ കേസ് പറഞ്ഞു. ബയോബിന് അന്ന് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതി വെച്ചുകൂടാ, അല്ലെങ്കിൽ അവരുടെ ഗുണഭോക്തൃ വിഹിതം ഒഴിവാക്കി കൊടുക്കാവുന്ന ഏതെങ്കിലും രീതിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് ഇവിടെ. ആ സ്പോൺസർഷിപ്പ് വെച്ചിട്ടാണെങ്കിൽ പോലും ആ ഒരു പാവപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിച്ച ആ ഒരു പദ്ധതിയിലേക്ക് അവർക്ക് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബയോബിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഈ പഞ്ചായത്താണിത്. ഇത്രയും നാണം കെട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ല, അത് അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് എത്തേണ്ടതല്ല. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. അത് നമ്മൾ മെമ്പർമാർക്ക് അറിയാവുന്നത് തന്നെയാണ്. കമ്മിറ്റികളിലെല്ലാം നമ്മൾ വിശദീകരിക്കുന്നത് തന്നെയാണ്. ശുചിത്വവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇപ്പോ ഒരു പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രതികരണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് ജനങ്ങളെ മനസ്സിലാക്കാത്തതിന്റെ ഒറ്റ കാരണം പറയണ ഏതെങ്കിലും ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നീതി പ്രസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ സംസാരം കൂടെ സംസാരിക്കില്ല. അതല്ല, നമ്മള് അവര് പറയുമ്പോ ഞാൻ മിണ്ടാതിരിക്കണത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളൊരു ചാനൽ ചർച്ചയാണ്, മറുപടി പറയുന്നത് എല്ലാവരും കേൾക്കണം. പക്ഷെ നമ്മള് പറയുന്നത് കൂടെ കേൾക്കാൻ അവരും കൂടെ ക്ഷമ ഉണ്ടാവണം. കാരണം മറുപടി പറഞ്ഞാലേ അതിന് ചോദ്യത്തിന് ഉത്തരം കിട്ടുള്ളൂ. നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് സുനാമിയിൽ ക്യാമറ സ്ഥാപിച്ചു. നമ്മൾ അവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് ബോധവൽക്കരണം കൊടുക്കുക. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ല, ബോധവൽക്കരണം കൊടുത്ത് ആളുകളെ മാറ്റിയെടുത്താലാണ് ശുചിത്വം നമുക്ക് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നുള്ള ബോധ്യം ആളുകളിൽ ആദ്യം വരണം. എന്നാലാണ് നമുക്ക് നാടിനായാലും ഈ ഒരു ക്യാമ്പയിന്റെ വിജയത്തിനായാലും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു പഞ്ചായത്ത് മാത്രം ഇടപെട്ട് പഞ്ചായത്ത് മാത്രം മുന്നിൽ നിന്നാൽ നമുക്ക് ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അത് സർക്കാരായാലും ആരായാലും അവർ മാത്രം നേതൃത്വം കൊടുത്തിട്ട് കാര്യമില്ല. സർക്കാരുകൾക്ക് പഞ്ചായത്തുകളോട് പറയുമ്പോൾ പഞ്ചായത്തിന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബയോബിന്നുകൾ ആദ്യഘട്ടം എന്ന നിലക്കാണ് നമ്മൾ 1000 ബയോബിന്നുകൾ വീടുകൾക്ക് കൊടുത്തത്. അതിന്റെ പ്രാവർത്തികമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി അത് മുന്നോട്ട് വെക്കാം. കൂടുതൽ കാര്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് അവിടുത്തെ
കാനയുടെ അവസ്ഥയാണ്. മാത്രമല്ല, പ്രസിഡന്റ് സംസാരിച്ചത് ഖരമാലിന്യങ്ങൾ, അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്, ഈ തോട്ടിൽ ചെളി എന്ന് പറഞ്ഞിട്ട് അത് വൃത്തിയാക്കേണ്ട കാര്യം പറഞ്ഞത്. ഇത്രയും ജനങ്ങള്, കേരളത്തിലെ ഏറ്റവും വലിയ കോളനി ആയിട്ടുള്ള ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാവുന്ന രീതിയിലുള്ള അഴുക്കുചാല് ആ അഴുക്കുചാല് പോലും വൃത്തിയാക്കാതെ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ടത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. കളക്ടറുടെ അധികാര പരിധിയിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സുനാമി കോളനി എന്ന് പറയുന്ന സ്ഥലം. സുനാമിയില് നമ്മൾ കളക്ടർ നേരിട്ട് കൊണ്ടുപോയി തന്നെ അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്, ഈ വ്യക്തമാക്കി കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തുമ്പൂർ മൊഴി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. എന്നിട്ട് പോലും നമുക്കതിന് പെർമിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ നടപ്പിലാക്കുക. അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് പരിഹരിച്ച് മുന്നോട്ട് ഏതെല്ലാം തലത്തിൽ നമുക്ക് പോകാൻ പറ്റും അവിടം വരെ പോകണം. ഇവിടെ ഒരു എന്താ പറയാ, നമ്മളെ മറ്റുള്ള മെമ്പർമാരെ ഏകോപിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു തിരുവനന്തപുരം പോക്ക് ഉണ്ടായി കുടിവെള്ളത്തിൻ്റെത്. അത് നമ്മളെ പ്രതിപക്ഷ മെമ്പർമാരെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷമില്ല. പക്ഷെ ഇന്നാലും ഞാൻ പറയുന്നത് അത് പേപ്പറിൽ ആ നിയമത്തിലുണ്ടാവും. പക്ഷെ ഇത് നടപ്പിലാക്കുന്നത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ കുറച്ച് ഒരു 40 മീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ നിലവിൽ കടൽ ഭിത്തി. 9 കിലോമീറ്ററോളം കടപ്പുറം പഞ്ചായത്തിൽ തീരദേശം പങ്കിട്ടുകൊണ്ടിരിക്കുക, കടൽ തീരം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ അതില് ലൈറ്റ് ഹൗസ് വരെയാണ് നമുക്ക് നിലവിൽ കടൽ ഭിത്തി ഉള്ളത്. കടൽ ഭിത്തി അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിൻ്റനൻസ് ചെയ്യാതെ വളരെ തകർന്ന നിലയിലാണ് കിടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മള് കടൽക്ഷോഭം ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ തീരദേശവാസികളെ നമ്മൾ കാണാൻ പോയപ്പോൾ അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവർ പറഞ്ഞത് കടൽ ഭിത്തി നിർമ്മിക്കുന്നില്ല, ആകെ ഒരു 40 മീറ്റർ മാത്രം കടൽ ഭിത്തി നിർമ്മിച്ചാൽ എങ്ങനെയാണ് കടൽക്ഷോഭത്തിന് പരിഹാരമാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുടിവെള്ളമെങ്കിലും ലഭ്യമാക്കണം എന്നുള്ള അവരുടെ ഒരു റിക്വസ്റ്റിന്റെ പുറത്ത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് നമ്മളൊരു പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമെടുത്ത് നമ്മൾ മെമ്പർമാർ പോകാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ പോകുന്ന വിവരവും ഇവരറിയിക്കാതെ പോകുന്നെങ്കിൽ നമുക്ക് അതിൽ ഗ്രൂപ്പിലിടേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അറിയിച്ചിട്ടില്ല, ശരിക്കും അറിയിച്ചില്ല. ഞങ്ങൾ അന്നൊക്കെ രാത്രി ഒന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോവുക ചെയ്തത്. അതൊക്കെ പഞ്ചായത്തില് കൃത്യമായ രീതിയിലുള്ള കൂടിയാലോചന നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, കൂടിയാലോചന ചെറിയ സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷെ പേപ്പർ വർക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം അവിടെ നല്ല രീതിയിൽ അത് ഞങ്ങള് പലതവണ പറഞ്ഞിട്ടുണ്ട്, ബോർഡിൽ ഉന്നയിക്കുമ്പോൾ പലതവണയും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടത്. വളരെ ധാർഷ്ട്യത്തോടു കൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നമ്മൾ പറയാറുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോയത് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയിരുന്നു. അതുപോലെ തന്നെ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ പോയിട്ട് മന്ത്രിയെയും മറ്റും കണ്ടത്. അതുപോലെ തന്നെ MP-യും നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ലെറ്റർ ഇപ്പോഴും എൻ്റെ ബാഗിൽ ഇരിക്കുകയാണ്. കാരണം നമ്മൾ അവർക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നൽകാമെന്ന് മെമ്പർക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ BJP മെമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ MP-യെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അന്ന് നോക്കിയപ്പോൾ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചാലാണ് MP-യുടെ നമ്പർ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അവരെയും വിളിച്ചു, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുത്തെ പരിഹാരം കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ വിളിച്ചു. അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല, നമുക്ക് MP-യെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ ഒരു കടപ്പുറം മേഖലയിൽ അഴിമുഖം ഭാഗത്ത് MP വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഒരു മീറ്റിംഗിൽ നിന്ന് നമ്മളത് വരുന്നു എന്നറിഞ്ഞ് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ MP നമ്മുടെ പഞ്ചായത്ത് ടച്ച് ചെയ്യാതെ തന്നെ ആൾക്ക് തിരക്കുള്ളത് കൊണ്ട് ആൾ പോയി. അപ്പൊ നമ്മൾ ആരെയാണ് ഇനി ബന്ധപ്പെടേണ്ടത്? കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ MLA-യും MP-യെയും കാണുന്നു. മറ്റേ പഞ്ചായത്തിന്റെ ഫണ്ട് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള വിതരണം നടത്തുന്നു പറയുന്നു. 2 സോഴ്സ് മാത്രമുള്ള കുടിവെള്ള വിതരണം നടത്തുന്ന പഞ്ചായത്തിൽ എങ്ങനെയാണ് ഈ 16 വാർഡുകളിൽ നല്ല രീതിയിൽ തന്നെ എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മഴവെള്ള സംഭരണി 150 എണ്ണം കിട്ടിയിട്ടും വീണ്ടും റിക്വസ്റ്റുമായിട്ട് നമ്മൾ 200 മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞു. 150 മഴവെള്ള സംഭരണി ഇവിടെ നിർമ്മിച്ചു. ഈ മഴവെള്ള സംഭരണി ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുൻപല്ല മഴവെള്ള സംഭരണി അവിടെ വെച്ചിട്ടുള്ളത്. വീട് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ചിട്ടാണ് മഴവെള്ള സംഭരണി വെക്കുന്നത്. ഈ 3-4 സെന്റ് സ്ഥലത്ത് എങ്ങനെയാണ് ചെറിയ സാധാരണക്കാർക്ക് താങ്ങില്ലത്, വെക്കാൻ പറ്റില്ല. ചെറിയ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മഴവെള്ള സംഭരണി പഞ്ചായത്തല്ല നിശ്ചയിക്കുന്നത്? പക്ഷെ അത് പറഞ്ഞു പിടിച്ച് നോക്കണ്ട. നിങ്ങളുടെ വികസന മുരടിപ്പ് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നത്. കാരണം ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസന മുരടിപ്പിന്റെ
എംഎൽഎ വരുമ്പോൾ തന്നെ പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം, അതായത് രാഷ്ട്രീയമായിട്ട് ഇവിടെ വിവേചനം കാണിക്കുമെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് പറയുന്നത് കൃത്യമായി എംപിയുടെയോ അല്ലെങ്കിൽ എംഎൽഎയോ കൃത്യമായ ഫണ്ടുകൾ യഥാവിധി പഞ്ചായത്തിന് ലഭ്യമാകുന്നില്ല, അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം അവിടെയും ഉണ്ടെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. കടൽ ഭിത്തിയുടെ കാര്യം പ്രസിഡന്റ് പറഞ്ഞു. ഇത് ഇത്രയും നാളായിട്ട് ഒരു MP ഉണ്ടായിരുന്നു, MLA കയ്യിൽ എടുക്കുന്ന കാര്യമല്ല കടൽ ഭിത്തിയുടെ കാര്യങ്ങൾ. ഏതെല്ലാം രീതിയിൽ ഫണ്ട് ലഭ്യമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ ജനകീയനായിട്ടുള്ള ഗുരുവായൂർ MLA NK അക്ബർ അവർ ഇപ്പോഴും പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈ പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു നോക്കി ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഞാൻ ചാനലിൽ ചർച്ച ആയതുകൊണ്ട് മാത്രം പറയുന്നതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള അതും ഞാൻ പറഞ്ഞു തരാം. നിരന്തരം ഈ കടൽ ഭിത്തിയുടെ കാര്യം പറഞ്ഞു, ഇത്രയും നാളായിട്ട് തകർന്നെടുക്കുന്ന ഇതിനു മുമ്പ് MLA-മാരുണ്ടായിരുന്നത് പ്രതിപക്ഷ MLA ബൂത്ത് ഉണ്ടായിരുന്നു, ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു. അത് വീഴാനായ സാഹചര്യമായപ്പോ ഞാൻ തന്നെയാണ് MLA വിളിച്ച് പറഞ്ഞത്. MLA തന്നെ എന്നോട് പറഞ്ഞത് വർക്ക് ആരും MLA-മാരായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുനക്കക്കടവ് മുതൽ തൊട്ടാപ്പോലുള്ള അല്ല സമയം ഏകദേശം കഴിയാനായി. ഞങ്ങളുടെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ള കൂടെ കേൾക്കേണ്ടതാണ്. വികസനത്തിനായിട്ട് MLA-യും MP-യും നിരന്തരം കോൺടാക്ട്, ഇപ്പോ നിലവിലെ MP-യെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, MLA-യും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വികസനം ഏത് ഭാഗത്ത് വന്നാലും സ്വീകരിക്കാൻ കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു വക ബുദ്ധിമുട്ടില്ല. പക്ഷേ വികസനം ലിസ്റ്റ് കൊടുക്കാൻ പോലും ഒരു മനസ്സ് കാണിക്കണില്ല. കടൽഭിത്തിന്റെ കാര്യം മുഴുവനായിട്ടില്ല. ഇത്രയും നാളായിട്ട് അവിടെ കടൽ തകർന്നത് മുൻപ് MLA ആയിരിക്കുന്ന സമയത്ത് MLA-മാര് മാറി വന്ന സമയത്ത് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അവിടെ മെയിൻ്റനൻസ് ഹാർബർ മുതൽ മുനക്കക്കടവ് മുതൽ തൊട്ടാപ്പുറയുള്ള ഭാഗങ്ങളിൽ ഒരു കടൽഭിത്തി നിർമ്മിച്ചത്. ഇപ്പൊ വീണെടുക്കുന്ന ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് അവിടെ കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇനി 60 ലക്ഷം രൂപയുടെ സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി ടെട്രാ ബോർഡ് സംവിധാനം വെച്ചിട്ട് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അടുത്ത സമയങ്ങളിൽ ഒരു പേപ്പർ വർക്കും അല്ല, കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടൽഭിത്തി. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ പോയി നോക്കിയാൽ അറിയാം. ഇതിനു മുമ്പ് MP-മാരുണ്ടായിരുന്നില്ല, ഇവിടെ കടൽക്ഷോഭം നേരിട്ട് എന്ന് പറഞ്ഞിട്ട് കടപ്പുറം പഞ്ചായത്തിന്റെ വികസനത്തിൽ അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകോപനമില്ലായ്മയാണ്. അതായത് MLA MP ഒപ്പം തന്നെ പഞ്ചായത്ത് ഈ 3 സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ വികസനത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. അതാണ് താല്പര്യമില്ല, ഇവർക്ക് ആ ഫണ്ട് വാങ്ങിക്കാൻ താല്പര്യമില്ല. കാരണം MLA തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അറിയാലോ, ഇവിടുത്തെ ജനങ്ങൾ അത്ര സമീപനത്തിൽ പോലും അതൊന്നും എത്തിച്ചേരുന്നില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞു തികച്ചും ആരുടെ വാർഡിലൊക്കെ കൊണ്ടുവരുന്നത് കായൽ റോഡിന് 35 ലക്ഷം രൂപ 1000 കോടി അനുവദിച്ചാല് സർക്കാരിന്റെ റോഡുകളുടെ ഒരാൾ പറയുമ്പോൾ അതൊരാളെ കൊണ്ട് പറയാൻ സമ്മതിക്കുക, അല്ലാതിരിക്കാൻ പറയാം. 1000 കോടി അനുവദിച്ച റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 1000 കോടി രൂപ അനുവദിച്ചാല് LDF മെമ്പർ ആണോ എന്ന് നോക്കിയിട്ടല്ല MLA അവിടെ 73 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയാല് MCF ഉണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തരത്തിലുള്ള ഖരമാലിന്യങ്ങളും എടുക്കുന്നതാണ്. അവരും കൊടുക്കുന്നത് മാസം 50. കടപ്പുറം പഞ്ചായത്തിൽ മാസം കൊടുക്കുന്നത് 50. എന്തുകൊണ്ട് പ്ലാസ്റ്റിക് മാത്രം ഇപ്പോഴും സ്ഥലമില്ല എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ്, മറ്റുള്ള മെഡിസിൻ സ്ട്രിപ്പുകളോ ചെരുപ്പുകളോ ബാഗുകളോ ഒന്നും വാങ്ങിക്കുന്നില്ല. പക്ഷെ വീട്ടുകാർ ചോദിക്കുന്നതില്ല, കാരണം സ്വന്തമായിട്ടൊരു പൊതുകുളമില്ല, പൊതു കളിസ്ഥലമില്ല. പൊതു കളിസ്ഥലം ഒരുപാട് കായിക പ്രതിഭകളുള്ള സ്ഥലമാണ്, ഒരുപാട് കായിക പ്രതിഭകളുള്ള സ്ഥലമാണ്. ഭരണസമിതി ചർച്ചകൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ബഡ്സ് സ്കൂളിലും കളിസ്ഥലത്തിലും നമ്മൾ ഇപ്രാവശ്യം 50 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വരെ വകയിരുത്തിയിട്ടുള്ളതാണ്. പഞ്ചായത്ത് ഭരിച്ചല്ലോ, പഞ്ചായത്ത് ഭരിച്ചതിന്റെ മഹിമ പറഞ്ഞു. 64 വർഷമായിട്ട് ഭരിച്ചെന്നുള്ളത്. ഈ 64 വർഷമായിട്ട് ഒരു വാർഡില് 4 ക്ലബ്ബുകളാണ് ഇവിടെ കടപ്പുറം പഞ്ചായത്തിലുള്ളത്. ഇന്ന് വരെ അവരുടെ ആ മറുപടി, അതായത് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചത്, അതായത് ഇപ്പം പ്രസിഡന്റ് സ്ഥലം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം അടിസ്ഥാന ചില കാര്യങ്ങളിലും
പഞ്ചായത്തിന്റെ കാര്യം മുൻകൈ എടുക്കുന്നില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ കളിസ്ഥലത്തിന്റെ കാര്യത്തിലായാലും കായിക മേഖലയിലായാലും പഞ്ചായത്തുകളും സൗകര്യാർത്ഥം നടത്തുന്നതാണ് ടർഫുകളിൽ കളി. കേരളോത്സവം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യാർത്ഥമാണ്. കേരളോത്സവത്തിൽ ഇവിടെ ഈ ഒരു 40-45ഓളം ക്ലബ്ബുകൾ പങ്കെടുത്തതിൽ ഒരാൾ പരാതി പറയില്ല കേരളോത്സവം വളരെ മോശമായിരുന്നു എന്ന രീതിയിൽ. വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ കേരളോത്സവം നടത്തുകയുണ്ടായി. ഗ്രൗണ്ടിന്റെ കാര്യം പ്രത്യേക പരിഗണനയിലാണ്. നമ്മൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം എന്തായാലും എടുക്കും. നമ്മൾ സ്ഥലം അന്വേഷിക്കുമ്പോൾ സ്ഥലം കിട്ടില്ല. മാത്രമല്ല നമ്മുടെ ലാൻഡ് വാല്യൂവിനെ നമ്മളെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തുക വളരെ ടൂറിസം മേഖല മറുപടിയിലേക്ക് എത്തുന്നതിന്റെ സമയമുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ സാധ്യത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് പോലും ടൂറിസത്തിന് ഒരു സ്ഥലം എടുക്കാൻ പോലും ഈ പഞ്ചായത്ത് എല്ലാത്തിലും ഫസ്റ്റ് തന്നെ കാണാം 1.5 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി തികയാത്ത രൂപ. ഇതൊക്കെ ബഡ്ജറ്റിൽ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒരുപാട് ഫിഷറീസ് സ്കൂളില് നമുക്ക് സമയപരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ വാർഡില് നിരന്തരം മാത്രം തികയാത്ത വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു വർക്ക് നടക്കാൻ പറ്റും. മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം 2-3 കാര്യങ്ങൾ ഉന്നയിച്ചത്. അതായത് പല പദ്ധതികളും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന പേപ്പറിൽ മാത്രമാണ്. അതുപോലെ തിരിച്ചറിഞ്ഞുള്ള പദ്ധതികൾ ഇല്ലെന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായിട്ട് സംസാരിക്കണോണ്ട് മാത്രം പറയുന്നത് ഒരു ചർച്ചയിൽ ഇവിടെ രാഷ്ട്രീയമായിട്ടല്ല സംസാരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച വെച്ചത്. ആൾക്കാർക്കും മനസ്സിലാകാതെ അത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇങ്ങനത്തെ പറയാനുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ TCV വാർഡ് തലത്തിൽ നടത്തണം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ തെറ്റാണോ അറിയാൻ പറ്റും. ടൂറിസം ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ടൂറിസം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കടപ്പുറം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വർഷവും അത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ട് സംഘടിപ്പിച്ചു. പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പട്ടികജാതി 2008-2009 സമയത്താന്ന് തോന്നുന്നു അവിടെ പട്ടിക വർഗക്കാര് കുറച്ച് പേര് താമസിച്ചിരുന്നു. അവരുടെ ഭാഗത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആളുകൾ താമസിച്ചിരുന്ന ചെറിയ കുടിൽ പോലത്തെ സംഭവങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് അവർക്കൊരു പുതിയ പദ്ധതി വരുന്നു പറഞ്ഞിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സാങ്കേതിക തടസ്സങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ചെയ്യേണ്ടത് ആരാണ്? അതിലൂടെ മറുപടി സമയം പരിമിതിയാണ്. അതുകൊണ്ടാണ് നായാടികൾ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം അവിടെ താമസിച്ചിരുന്നു. അവര് താമസിച്ചിരുന്നത് അവരുടെ സ്ഥലം അവര് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. അവിടെ ഒരു വലിയൊരു ആല് നിൽക്കുന്നുണ്ട്. ആ ആല് മുറിച്ചു മാറ്റാനോ അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ നീക്കിയിട്ട് വേണം ചെയ്യാൻ. മാത്രമല്ല അവിടുത്തെ തലവന് അതിനെ സമ്മതിച്ചിരുന്നില്ല. ഇപ്പൊ അവര് സമ്മതിച്ചു. നമ്മളൊരു ചർച്ചക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് നമ്മളുമായിട്ട് ചർച്ചയ്ക്ക് ഇപ്പൊ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ജനറലി ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, താഴേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിന് മുകളിൽ എത്ര ട്രസ് വർക്കാണ് അനാവശ്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ട്രസ് വർക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്താ ഇവിടെ നിലനിൽക്കാൻ പറ്റില്ലേ?
ഈ 60 വർഷമായി 64 വർഷമായി എന്ന് വലിയ മഹിമ പറയുന്നുണ്ടല്ലോ. അതിന് എന്തുകൊണ്ട് ഈ ടെറസ് വർക്ക് തന്നെ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം? ആ കയറി വരുന്ന ആ മുറ്റത്ത് എത്ര വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടല്ല അവിടെ ടെറസ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫണ്ട് അതിനനാവശ്യമായിട്ട് ചെലവാക്കുന്നതിൽ ഈ ജനറൽ ആയിട്ടുള്ള ആളുകളുടെ ഇനി വരും വർഷങ്ങളിൽ ഒരു 5 പേർക്കെല്ലാം കൂട്ടി കൊടുത്തൂടെ? അതിന് തുച്ഛമായ 27 ലക്ഷം രൂപ, 27 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ ഇതൊക്കെ കഴിഞ്ഞാൽ നടക്കുമോ? ഏറ്റവും കൂടുതൽ അപേക്ഷ വരുന്നത് ഫണ്ടൊന്ന് കൂട്ടി വെച്ചൂടെ? ആരെങ്കിലും വേണ്ടെന്ന് പറയോ? മെമ്പർമാരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് അതിനോട് മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ട സമയമാണ്. പദ്ധതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്തരം പദ്ധതികൾക്ക് കൊടുക്കാൻ ഫണ്ടില്ലാതിരിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ പോകുന്നതാണ്. പൊതുജനങ്ങൾ വരുന്ന സ്ഥലമാണ്. പൊതുജനങ്ങൾ അവിടെ ഫുള്ള് മഴ പെയ്യുമ്പോൾ ആളുകൾക്ക് വന്ന് നിൽക്കാനായാലും അവരുടെ സൗകര്യാർത്ഥമാണ് ഇപ്പൊ നമ്മൾ ഡ്രസ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഭയങ്കര ചൂടാണ്. ആളുകൾ പറയുന്നത് ഇതിന്റെ അടിയിലേക്ക് വരുമ്പോഴാണ് ഒരു ഇത്തിരി തണല് കിട്ടുന്നത്. എന്തോരം ആൾക്കാർ അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിനായാലും ഇനി നമ്മളിപ്പോ വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ബെഞ്ചുകൾ സ്ഥാപിക്കും. അപ്പൊ ആളുകൾക്ക് വന്ന ആവശ്യങ്ങൾക്ക് വന്നവർക്ക് അവിടെ ഇരിക്കാം. നമ്മുടെ പഞ്ചായത്തിലും ഇരുന്ന് കാര്യങ്ങൾ മെമ്പർമാർക്ക് ഇരിക്കാൻ പോലും ഒരിടം തരാത്ത പഞ്ചായത്താണ് കടപ്പുറം പഞ്ചായത്ത്. ഒരു അതുപോലെ ഒരു പഞ്ചായത്തിലെ പല കാര്യങ്ങൾക്കും കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ലേബർ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റുകയും ചെയ്തത്. ഓരോ മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. അവർക്ക് അവരുടെ റൂമുകളിൽ ഇരിക്കാം. ഇല്ല, അത് റൂമടക്കം പൂട്ടി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റൂമടക്കം പൂട്ടി പോയിട്ടിട്ട് പല ആളുകളെ വഴിചാരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതൊക്കെ രാഷ്ട്രീയ ലോകത്ത് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറലുകാർക്ക് കൊടുത്തിട്ടില്ലാന്ന് ഈ പ്രവാസികൾ ഒരു ആളുകൾക്ക് പോലും മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയില് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയില് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിയില്ല. പ്രവാസികൾ നാട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി അതിനൊരു തൊഴിൽ കൊടുക്കാൻ പോലും ഈ പഞ്ചായത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ മത്സ്യത്തൊഴിലാളികൾക്കും പട്ടികജാതിക്കാർക്കും മുൻ പരിഗണന കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഇപ്പൊ മെമ്പർ തന്നെ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ അധികമാണെന്ന്. അവർക്ക് കൊടുത്ത് നമ്മൾ ഇപ്പോ ഇത്ര ശതമാനം മാറ്റി വെക്കണമെന്ന് മാർഗരേഖയിലുള്ളത്. അതിനനുസരിച്ചിട്ട് തന്നെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. അതിലുപരി അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ എല്ലാം സാധിക്കുമെന്നുള്ളത് ഈ പഞ്ചായത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രവാസികളായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഇവിടെ യുവജന സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പല സ്പോൺസർഷിപ്പിലൂടെ നടത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഈ ഒരൊറ്റ പഞ്ചായത്താണ്. ഈ നെറികെട്ട പഞ്ചായത്ത് ഭരണമാണ് ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ഉദാഹരണത്തിന് എന്റെ വാർഡിലെ ഒരു ഫ്ലാഗ് സ്റ്റാൻഡിന്റെ ഒരു ശിലാഫലകം വെക്കുന്ന ഒരു ഇതുണ്ടായി. അതിനൊക്കെ തടസ്സം നിന്നത് ഈ പഞ്ചായത്താണ്. യുവജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെ ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ രാഷ്ട്രീയത്തോടുകൂടെ കണ്ടുകൊണ്ടാണ് അതിനെ തല്ലിപ്പൊളിച്ച് കളഞ്ഞത്. ക്ലബിന്റെ ഫ്ലാഗ് സ്റ്റാൻഡ് വെക്കണം എന്ന് പറയുമ്പോ അത് നമ്മുടെ പഞ്ചായത്ത് ഇല്ല. അതിനുശേഷം 2023 അതിനു മുമ്പ് 1990 ഏതോ ഒരു വർഷത്തിലാണ് YMA ക്ലബ്ബ് ഇവിടെ വെച്ചിട്ടുള്ളത്. ക്ലബ്ബ് വെച്ചതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുള്ളൂ. അവരെ രാഷ്ട്രീയപരമായിട്ട് അവരെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ജനോപകാരപ്രദമായ പദ്ധതികളിൽ ഒരുപാട് വികസനങ്ങൾ ഒരുപാട് വികസനങ്ങൾ MLA ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, ജനോപകാരപ്രദമായ പദ്ധതികൾ എന്നും ഉണ്ടാവണം. ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അധികാരികളും ഒപ്പം തന്നെ പഞ്ചായത്തും പ്രവർത്തിക്കണം. അത് എന്നും ജനങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഒപ്പം തന്നെ പഞ്ചായത്തിനും അത് വികസനത്തിന് മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത്
പ്രസിഡന്റ് സാലിക അടുത്ത ഷൗക്കത്ത്. 2025-26 പദ്ധതി ആവിഷ്കരിച്ചല്ലേ ഇതിന്റെ പേരിൽ വെട്ടിച്ചുരുക്കാനുള്ള സാധ്യത വരെ കൂടുതലാണ്. ശരി. പഞ്ചായത്ത് അംഗങ്ങളായ റാഹില വഹാബ് ഒപ്പം തന്നെ ബോഷി ചാണശ്ശേരി എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും മറ്റൊരു പഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.